പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും ഈ 14 ദിവസത്തെ ഈ നമ്മുടെ ഉപവാസത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ പുതിയ വിഷയത്തിൽ, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 12 വരെ. ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ് വിശ്വാസത്തിൻ്റെ ഇത് വീടിൻ്റെ മറയുണ്ടല്ലോ പൊട്ടിച്ചിട്ട് നമ്മൾ ഇറങ്ങി വരുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. വിശ്വാസം എത്രമാത്രം നമ്മളെ കൂടിക്കഴിയുമ്പോൾ നമ്മൾ വീടിൻ്റെ സ്ലാബ് വരെ പൊട്ടിച്ച് നമ്മൾ മുൻപോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആദ്യകാലത്തെ സേവക്കായി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കഫർഭൂം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ധാരാളം പേര് അവിടെ എത്തി അദ്ദേഹത്തിനെ കാണാൻ വന്നു. ആ സമയത്ത് അദ്ദേഹം പലർക്കും സൗഖ്യം കൊടുക്കുന്നു. ആ സമയത്ത് യേശു ക്രിസ്തു അവരെ പാപത്തിൽ നിന്ന് ക്ഷമിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ, ഈ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി കേട്ടപ്പോൾ അവിടെയുള്ള ശാസ്ത്രിമാരും പരീക്ഷന്മാരും അദ്ദേഹത്തിനെ പറ്റി ഒബ്ജക്ഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് യഹോവയ്ക്ക് മാത്രമേ പാപത്തിൽ നിന്ന് മുക്തം ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ ഒരു മനുഷ്യനാകുമ്പോൾ നിനക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, വീട്ടിൽ യേശുക്രിസ്തു ഇരുന്ന വീട്ടിൽ ഒത്തിരിയും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു തളർവാദം പിടിച്ച ഒരു വ്യക്തിയെ കൊണ്ട് 4 പേര് കട്ടിലെ കെട്ടിക്കൊണ്ട് വന്നു, പൊക്കിക്കൊണ്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോൾ അവർ വീടിൻ്റെ പുറഭാഗം പൊട്ടിച്ചിട്ട്, മേൽഭാഗം പൊട്ടിച്ചിട്ട് അതിൽ കൂടെ ആ കട്ടിലിനെ താഴോട്ടിറക്കി ഉണ്ടല്ലോ യേശുക്രിസ്തുവിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു അവരുടെ ഉറച്ച വിശ്വാസത്തിനെ കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിനെ സൗഖ്യപ്പെടുത്തുന്നത്. അതുകൂടാതെ ആ കൊണ്ടുവന്ന 4 കൂട്ടുകാരന്മാരെ വിശ്വാസമാണ് അവിടെ ഏറ്റവും വലുത്. ആ 4 കൂട്ടുകാരന്മാർ അവർ ഈ സമയത്ത് വലിയൊരു ബ്ലെസ്സിങ്ങിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ൽ വായിക്കുമ്പോൾ ഈ തളർവാദം പിടിച്ചവനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18 തൊട്ട് 20 വരെ ഇവിടെയും ഇത് തന്നെയാണ് വായിക്കുന്നത്. അതുപോലെ യാക്കൂബിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജെയിംസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെ ഇതാണ് പഠിക്കുന്നത്. വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ അത് വിശ്വാസം നമ്മുടെ കർമ്മത്തോടുകൂടി ഇല്ല എങ്കിൽ അതിനർത്ഥമില്ല. നമ്മുടെ വിശ്വാസം യഹോവയെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കർമ്മവും അതനുസരിച്ച് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്ന ഈ പ്രകാരമാണ്. നമ്മുടെ വിശ്വാസം എത്ര ഉറച്ചതാണ്. ആ വിശ്വാസം നമ്മൾ മറ്റുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ എത്ര പേരെ നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെ തന്നെ പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടുന്ന കാര്യം നമ്മൾ ഇതിൻ്റെ 5-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നു. അപ്പോൾ അവിടെ വെച്ച് യേശു ക്രിസ്തു പറയുന്നു, പുത്രനെ, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് വന്നിരിക്കുന്ന പക്ഷപാതക്കാരനെ ഇവിടെ പറയുന്നു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ യേശുക്രിസ്തുവിൻ്റെ ആത്മീയപരമായ ഈ ശാരീരികപരമായിട്ടുള്ള ഈ നമ്മുടെ സൗഖ്യം കൊടുക്കുന്നത്, അത് വാസ്തവം പറഞ്ഞാൽ അത് എല്ലാവർക്കും അത് നമ്മുടെ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ പാപം എന്ന് പറയുന്നത്. ഈ പാപത്തിൽ കൂടാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തു യഹോവയുടെ കൂട്ട് അധികാരത്തോടുകൂടി അവരുടെ ആ പാപത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ഇതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ 43-ന്റെ 25 നമുക്ക് കാണാൻ സാധിക്കുന്നത്,
ഞാൻ അതുതന്നെയാകുന്നു. എൻ്റെ നാമത്തിന് നിമിത്തം എൻ്റെ നാമം കൊണ്ട് നിൻ്റെ അപരാധങ്ങൾ തുടച്ചു മാറ്റുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ വീണ്ടും സ്മരണയിൽ കൊണ്ടുവരത്തില്ല. അതായത് നമ്മുടെ ഓരോ പാപങ്ങൾ നിൻ്റെ പാപം തുടച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യഹോവ നമ്മുടെ പാപത്തിനെ ഓർത്ത് നമ്മൾ ഇരിക്കത്തില്ല. അതവിടെ വെച്ച് തീരുവാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സാംസ്, അതായത് സങ്കീർത്തനം 103 3 വാക്യത്തിൽ ഇതുപോലെയാണ് പറയുന്നത്. നിൻ്റെ അധർമ്മങ്ങൾ ഞാൻ ക്ഷമിച്ചു, അതുപോലെ നിൻ്റെ എല്ലാ രോഗങ്ങളും ഞാൻ നിന്ന് സൗഖ്യം തരുന്നു. ഇതാണ് അവിടെ വെച്ച് പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെ യോഹന്നായുടെ പുസ്തകം നമ്മൾ 10 അധ്യായത്തിൻ്റെ 30 വാക്യത്തിലും പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാകുന്നു. അതായത് ഇവിടെ യേശു ക്രിസ്തു എന്തെല്ലാം അതിശയകരമങ്ങൾ ചെയ്യുന്നോ അതെല്ലാം പിതാവിൽ കൂടിയാണ് മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അപ്പം പിതാവ് അത് യേശു ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാർക്കെല്ലാം സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഉപവാസത്തിൻ്റെ സമയത്ത് നമ്മുടെ സൗഖ്യത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ പാപത്തിനെ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ സൗഖ്യത്തിൻ്റെ അധികാരത്തിനെ പറ്റി യേശു എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് 8 വാക്യം തൊട്ട് 12 വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് എന്താ? യേശു ക്രിസ്തു ഇനീര് നിൻ്റെ കട്ടിൽ പൊക്കൂ, നിൻ്റെ കിടപ്പ പൊക്കൂ, കട്ടിൽ പൊക്കിയിട്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പോകൂ. ആ സമയത്ത് ആ വ്യക്തി ഉണ്ടല്ലോ എണീച്ച് നിൽക്കുന്നു. ഇതാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, മനുഷ്യൻ്റെ പുത്രനായ യേശു ക്രിസ്തു യഹോവയുടെ അധികാരമുണ്ട് എന്നുള്ളത് അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതുപോലെ അദൃശ്യമായ ക്ഷമയുണ്ടല്ലോ നമുക്ക് ദൃശ്യമായ സൗഖ്യം കൊണ്ട് നമുക്ക് സ്ഥാപിക്കപ്പെടുന്നു യേശു ക്രിസ്തുവിൽ യഹോവയുടെ സാമർഥ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7 അധ്യായത്തിൽ 13 തൊട്ട് 14 വരെ വാക്യങ്ങളിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അത് നമുക്ക് അത് നോക്കാം. അതും പ്രകാരം പറയപ്പെടുന്ന അദ്ദേഹം രാത്രിയിലത്തെ സ്വപ്നം കണ്ടു. അവിടെ വെച്ച് മനുഷ്യൻ്റെ സന്താനം ആകാശത്തിൽ കാർമേഘത്തിൽ വരുന്നു. അത് വളരെ പഴക്കമുള്ള ഒരു വ്യക്തിത്വത്തിലാണ് അദ്ദേഹത്തിനെ കാണപ്പെടുന്നത്. അത് അദ്ദേഹത്തിനെ അടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവത്വവും മഹിമയും അതുപോലെ എല്ലാം ആ വ്യക്തിക്ക് യഹോവ കൊടുക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. അതുപോലെ ഈ ലോകമെമ്പാടുമുള്ള നാടുകളും ജാതികളുടെ ഇടയ്ക്കും പല തരത്തിലുള്ള ഭാഷകളുടെ ഇടയ്ക്കുമുള്ളത് അദ്ദേഹം അങ്ങനെയുള്ളവരുടെ മുൻപിൽ അദ്ദേഹത്തിന് ദൈവത്വം സ്ഥാപിക്കപ്പെടുവാനായിട്ട് അദ്ദേഹം ഒരു രാജ്യം നശിക്കാത്ത ഒരു രാജ്യത്തിനെ അയാൾ സ്ഥാപിക്കപ്പെടുന്നു. ഇത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വെളിച്ചപ്പാടാണ് ഈ പറയുന്ന ദാനിയേൽ കാണുന്നത്. അപ്പം യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണെന്നും അദ്ദേഹം ഈ ലോകത്ത് എല്ലാ ജാതികളുടെയും ദൈവമാണെന്നും ഉള്ളത് അവിടെ വെച്ച് നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് യഹോവയുടെ ശക്തി നേരത്തെ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ ഉണ്ട് എന്നുള്ളത് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് നമുക്കത് കാണാം. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ പ്രകാരം കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ കാണുന്നത്? 3 അധ്യായം 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അതായത് ഒരു പത്രസും യോഹന്നായും ഒരു
ചർച്ചിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു മന്ദിരത്തിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മുടതൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മുടതനെ ഉണ്ടല്ലോ അവിടെ വെച്ച് സൗഖ്യം കൊടുക്കുന്നത് ഒരു കാഴ്ചപ്പാടാണ് അവിടെ വെച്ച് കാണുന്നത്. ഇത് നമ്മൾ അവിടെ വെച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ വിശ്വാസത്തോട് അനുകരിക്കുന്ന ഏതൊരു ശിഷ്യനും ഈ പത്രസിനെ പോലെ അവർക്കും അതിശയകർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ യഹോവയുടെ മഹിമ നമ്മളിൽ ഉണ്ടാകണം. ആ യഹോവയുടെ മഹിമ നമ്മളിലുണ്ടെങ്കിൽ നമുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസം എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറ്റിത്തരുന്നുണ്ട്. അതുപോലെ യേശു പാപം ക്ഷമ ചെയ്യാനായിട്ടുള്ള അധികാരം, യഹോവയുടെ അധികാരം യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന ആത്മീയപരമായ സൗഖ്യം നമ്മുടെ ഉള്ളിൽ കൂടിയാണ് വരുന്നത്. അതുപോലൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹപരമായിട്ടുള്ള വിശ്വാസവും നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അതായത് അവിടെ 4 പേര് കൂടിക്കൊണ്ട് ആ പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നു. അവരുടെ വിശ്വാസം നല്ല ഉറച്ച വിശ്വാസമായിരുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. 14 ദിവസത്തെ ഈ ഉപവാസത്തിനെ നമ്മൾ പ്രത്യേക രൂപത്തിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പ്രകാരമാണ്. അതായത് 1-ാം ദിവസം തൊട്ട് 5-ാം ദിവസം വരെ ആത്മീയ പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് ക്രമപ്പെടുത്തേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം പക്ഷപാതം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പാപത്തിൻ്റെ പക്ഷപാതം ഉണ്ടെങ്കിൽ അത് നമ്മൾ യഹോവയോട് പറഞ്ഞിട്ട് അതിൽ ക്ഷമ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും അത് നമ്മൾക്ക് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. അത് എങ്ങനെ 6 തൊട്ട് 10-ാമത്തെ ദിവസം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടിയിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 4 കൂട്ടുകാർ കൂടിക്കൊണ്ട് ആ പക്ഷപാതക്കാരനെ അവിടെ കൊണ്ടുവന്നപ്പോൾ ആ 4 കൂട്ടുകാരന്മാരും യഥാർത്ഥത്തിൽ അവർ പൂർണ്ണ വിശ്വാസിയും പ്രാർത്ഥനയുള്ളവരുമായിരുന്നു. അങ്ങനെയുള്ള 4 പേര് നമുക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് നമ്മുടെ കലീശയിലും നമ്മുടെ കുടുംബത്തിലും എപ്പോഴും അത് ഉണ്ടാകണമെന്ന്, അത് മധ്യസ്ഥ പ്രാർത്ഥന നമുക്കുണ്ടാകണമെന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോഴും നമുക്ക് സൗഖ്യം കിട്ടുമെന്നുള്ളത് അവിടെ വെച്ച് തെളിയുന്നു. അതുപോലെ 11-ാം ദിവസം തൊട്ട് 14-ാം ദിവസം വരെ വിശ്വാസത്തിൻ്റെ ക്രിയയെ പറ്റിയാണ്. അവിടെ വെച്ച് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെ പൊട്ടിച്ച് കളയാനായിട്ടുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടെന്നുള്ളതും ആ വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ചാട്ടം നമ്മൾ വെക്കണം എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇതിനെപ്പറ്റി ഈ പറയുന്ന പൊതുവെ നമ്മൾ മൊത്തം ഈ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര തുറന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് വിശ്വാസത്തെ ഇറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മേൽക്കൂര മാറ്റിയിട്ട് വിശ്വാസത്തിനെ താഴോട്ട് ഇറക്കുമ്പോൾ ഈ പക്ഷപാതക്കാരനെ ഇറക്കുന്ന സമയത്ത് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം വിശ്വാസം നമ്മുടെ വഴികൾ തെളിയിച്ചു തരുന്നു. രണ്ടാമത്തെ കാര്യം അത് നമ്മൾ 1 തൊട്ട് 4 വരെയുള്ള പദങ്ങളിൽ നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ കാര്യം ക്ഷമ നമ്മൾ മേടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയുന്നു. അത് നമുക്ക് 5 തൊട്ട് 7 വരെയുള്ള പദത്തിൽ നമുക്കറിയാം. അത് മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, നമുക്ക് അധികാരമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അധികാരമുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് സൗഖ്യം നമുക്ക് കിട്ടുന്നു. അത് നമ്മുടെ 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സമാപനമായിട്ട് നമുക്ക് ഇതിനെ ഒരു വാർണിംഗായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ കാണേണ്ടത്? ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മീയപരമായ കട്ടിലുകൾ, അതായത് ഈ കട്ടിലിൻ്റെ പാപത്തിൻ്റെ കട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആത്മീയപരമായിട്ട് ആ കട്ടിലിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മൾ മാറിപ്പോകേണ്ടതും നമ്മളെ അതിന് യോഗ്യരാക്കി തീർക്കണം. നമ്മൾ ഈ കട്ടിലെ കിടക്കുമ്പോൾ അത് പാപത്തിൽ കൂടി കിടക്കുന്ന ആ കട്ടിൽ നമുക്ക് ആത്മീയപരമായിട്ട് അതിനെ വിട്ടിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് 4 ശിഷ്യന്മാരാണ് ഈ പറയുന്ന കൂട്ടുകാരന്മാരാണ് ഈ പക്ഷപാതക്കാരനെ കൊണ്ടത്. അതുപോലുള്ള 4 ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്ത് ആരെങ്കിലും കൊണ്ടുവരാനായിട്ട് നമ്മൾ സന്നദ്ധനാണോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇങ്ങനെ വന്നപ്പോൾ മാത്രമേ യഹോവയിലേക്ക് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകത്തുള്ളൂ. നമുക്ക് കാണുന്ന ഇതിൽക്കൊരു കഥ കാണുന്ന ഒരു വ്യക്തി പല വർഷങ്ങളായിട്ട് അപരാധബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന് പശ്ചാത്തപിച്ചിട്ട് യേശുവിൽ നിന്ന് അദ്ദേഹം ക്ഷമ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് അദ്ദേഹത്തിന് നിത്യമായ സമാധാനം കിട്ടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ പരിസ്ഥിതി മാത്രമല്ല, നേരെ മറിച്ച് ഉള്ളിലെ അയാളുടെ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. ഈ മുഖ്യ സന്ദേശമാണ് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇന്ന് വേണ്ടത്. ഈ നമ്മുടെ കുടുംബത്തിലും കലീശയ്ക്കും ഈ നമുക്കുണ്ടായിരിക്കുന്ന ഉള്ളിൽ കിടക്കുന്ന പക്ഷപാതം ഇതിനെ നമ്മൾ കട്ടിലേ കടന്ന് നമ്മൾ നശിച്ചു പോകാതെ നമ്മൾ ആത്മീയപരമായിട്ട് വളർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനും വിശ്വാസത്തിന് വളർച്ച നമുക്കുണ്ടായി ഉറച്ച വിശ്വാസത്തിൽ കൂടി നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനത്തെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ കട്ടിൽ വിട്ടിട്ട് ഈ പാപത്തിൻ്റെ കട്ടിൽ വിട്ടിട്ട് നമ്മൾ ഇനിച്ചു പോകണ്ട. അതുപോലെ തന്നെ നല്ലൊരു 4 കൂട്ടുകാരന്മാർ എപ്പോഴും നമുക്കുണ്ടെങ്കിൽ അവർ ആ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് നിശ്ചയമാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഈ വചനങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.